എല്ലാവർക്കും നമസ്കാരം. ഒരു എക്സ്പീരിയൻസാണ്. മഹാകാളി ഹീലിങ്ങിന് വേണ്ടി വന്ന ഒരു ക്ലയൻറ്റ് സംസാരിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണ്ടായി. അപ്പോൾ എവിടെയോ പോയി ഒരു ജ്യോതിഷം നോക്കിയ സമയത്ത് കുറേ ബാധാ വിഷയങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്തു പുള്ളി നോക്കിയ ആൾ. അപ്പോൾ ഇത് ആക്ച്വലി കുറേ പേരുകൾ, ഓരോ ബാധകളുടെ പേരുകൾ ഒക്കെ ഞാൻ എന്നോട് ഇന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലും കേൾക്കാത്ത കുറേ പേരുകളാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ടോട് ഇയാൾ അവിടെ ഭയന്നു പോയി. ഇത്രയധികം ബാധകൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉടലെടുക്കും. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമായി. കാരണം നമ്മൾ ഭയമല്ല വേണ്ടത്, നമ്മളിതിനെ ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ് വേണ്ടത്. ഒരാൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ കൂടെയാണ് ചിന്തിക്കുന്നത്. പിന്നെ നമുക്കൊരു പേടി നമ്മുടെ ഉള്ളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടാവില്ല. പ്രോബ്ലം വലുതാക്കുന്നത് തന്നെ ഈ ഭയമാണ്. അപ്പോൾ ഈ ഭയം മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഒരു പവർ, നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ പവർ എല്ലാവർക്കും ഉണ്ട്. ആ പവർ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മഹാകാളിയിലും ചെയ്യുന്നതും ഇതുപോലെ ആ എനർജികളെ ക്ലിയർ ചെയ്ത് കളയുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഭയം ഉണ്ടാകുമ്പോൾ ഈ എനർജീസ് കൂടുതൽ പവർഫുൾ ആവുകയാണ്. അതേപോലെ നിങ്ങളതിന് കൂടുതൽ ബലം കൊടുക്കുന്നു. പിന്നെ അതേപോലെ അൺവാണ്ടഡ് എനർജീസ്, വേറെ എനർജീസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന പ്രവണത ഉണ്ടാവും. കാരണം നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഓപ്പണപ്പ് ആയിരിക്കും ഭയം വരുന്ന സമയത്ത്, ഭയപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ എനർജീസ്, ബാഡ് എനർജീസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്ന പ്രവണത കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാവരുത്, ഭയപ്പെടരുത്. ഭയപ്പെടുന്ന ആൾക്കാർ നോക്കാനും പോകാനും പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭയമുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പവറിൽ വിശ്വസിക്കുക, എന്നിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ.